എന്താണ് വഴിയിൽ പ്ലാസ്റ്റിക് പടുതാ കെട്ടി കിടക്കുക. ഒരാള് 3 ലക്ഷം രൂപ സഹായം കിട്ടിയത് മേടിച്ചിട്ട് പോയി. ഇത് ഇപ്പോഴേ കിട്ടിയുള്ളൂ. ഇപ്പോഴേ ഞങ്ങൾ അറിഞ്ഞ സാറ് വന്നിട്ടുണ്ടെന്ന്. ശരി ശരി ഓക്കെ. സന്തോഷം സാറേ. എന്താ പേര്? ലീലാമ്മ. ഒരു മിനിറ്റ്, ഒരു കാലില്ലാത്ത ആളൊന്ന് ഒരു മിനിറ്റ്, ഒരു കാലില്ലാത്ത ആള് കാണാൻ വന്ന ഒരു കാലില്ലാത്ത ആളൊന്ന് കണ്ടോട്ടെ. കാലില്ലാത്ത ആളെങ്ങനെ ഓടി വരിക? സാറേ ഒരു മിനിറ്റ് ഒന്ന് കണ്ടോട്ടെ. സാറേ എന്റെ ഭർത്താവ് സാറിനെ കാണാൻ വന്നു. ഒരു വാഴക്കുഴിക്കകത്ത് പോയിട്ട് ചീഞ്ഞു പോയതായിരുന്നു. അത് മുട്ടിന് മേളിൽ നിന്ന് കളഞ്ഞു. ഞങ്ങൾക്ക് 2 പുത്രന്മാരുണ്ട്. ഞാൻ തൊഴിലുറപ്പിലൊക്കെ പോകും. ഇങ്ങേർക്ക് ലോട്ടറി കച്ചവടമായിരുന്നു. അറിയാതെ ലോട്ടറി കച്ചവടമായിരുന്നു. സാറിനെ കണ്ടുള്ള കാര്യം പറയുന്നതിനൊന്നും തോന്നുന്നില്ല. ഒരു വീൽ ചെയർ 4 വീലില്ലേ വണ്ടി, അതേലായിരുന്നു കച്ചവടം. ഉമ്മൻചാണ്ടി സാർ കൊടുത്തൊരു വണ്ടിയായിരുന്നു. ആ വണ്ടി ഞാൻ ജോലി ചെയ്ത പൈസ മുഴുവൻ കൊടുത്തത് നന്നാക്കി അവസാനം വീൽ ചെയറിലൊരു വണ്ടി വേണം. വീൽ ചെയർ അല്ലെങ്കിൽ ഉച്ചക്കറിയാകെങ്കിൽ വികലാംഗത ഓടിക്കുന്ന സ്കൂട്ടർ എന്റെ ഭർത്താവിന് കൊടുക്കുകയാണെങ്കിൽ സ്വയം തൊഴിൽ ചെയ്ത് പുള്ളി ജീവിക്കും. ഓടിക്കുന്ന ഒരു സ്കൂട്ടർ ഞാൻ അതിനു വേണ്ടി ഇവിടെ അടുത്ത എന്റെ പിന്നെ ഒരു കാര്യം കൂടെ സാറേ കേട്ടോ, സാറിനോടൊരു കാര്യം പറയട്ടെ. എനിക്കിതിലൊക്കെ ഒരു സന്തോഷം എന്നാന്നോ, ഇത്രയും പേരുടെ കേട്ട് ഞാൻ പറയാ. ഞാനിപ്പോ ഇവിടെ കയറിയപ്പോ ഈ താമസിക്കാൻ വന്ന മോളുടെ അമ്മാവൻ അല്ല മേലെ ഇരിക്കുന്ന പുള്ളി അമ്മ ഇവരെല്ലാരും എന്നോട് ഞാൻ ചോദിച്ചു അറിയുമെന്ന് ചോദിച്ചപ്പോഴേ എന്നോട് ചോദിച്ചെന്നാന്നോ, അറിയാതിരിക്കുവോ ചെല്ലയുടെ മോളല്ലേന്ന്. കാരണം ഞാൻ ഇവരുടെ വീട്ടിൽ കുഞ്ഞുനാളിലെ ഇവരുടെ കഞ്ഞി കൊടുത്തു വളർന്നു. ഒരു വണ്ടി അത് അഡ്രസ് മേടിച്ചു. വണ്ടി എന്ന് പറഞ്ഞ ഒരു ഈ 4 വീല് പഠിപ്പിച്ചൊരു സ്കൂട്ടർ. 4 വീലുള്ള സ്കൂട്ടർ ആ ഒരു വണ്ടി എന്റെ ഭർത്താവിന് കൊടുത്തു. മക്കള് 2 പേരും ഉണ്ട്. ഞങ്ങൾ അന്വേഷിക്കും. ഞാനും ജോലി ചെയ്യുന്നുണ്ട് സാറേ. തൊഴിലുറപ്പിന് പോകുന്നുണ്ട്, എല്ലാം ഉണ്ട്. വീട്ടു വിളിക്ക് പോകും. പക്ഷെ ഇങ്ങനത്തെ ജോലി ചെയ്യണം. ഞങ്ങളെ സാറിനെ അകത്ത് കാണാൻ വരെ കാണുമായിരുന്നു നടന്നു. അപ്പൊ ശരി ശരി സാറേ പറഞ്ഞിട്ടുണ്ട്. തന്നെ ഏൽപ്പിച്ചിട്ട് ശരി ആയിക്കോട്ടെ. ഒരു വണ്ടി വഴി ഓക്കെ.